അന്തരിച്ച നടനും മിമിക്രി താരവുമായ കൊല്ലം സുധിയുടെ അവസാന നിമിഷത്തെ ഗന്ധം അവതാരക ലക്ഷ്മി നക്ഷത്ര പെർഫ്യൂമാക്കി കുടുംബത്തിന് നൽകിയത് വലിയ ചർച്ചയായിരുന്നു. കൊല്ലം സുധിയുടെ ഭാര്യ രേണുകയുടെ ആഗ്രഹപ്രകാരമാണ് ലക്ഷ്മി നക്ഷത്ര ഇക്കാര്യം ചെയ്തത്. ദുബായ് മലയാളിയായ യൂസഫ് എന്നയാളാണ് സുധിയുടെ ഗന്ധത്തെ പെർഫ്യൂമാക്കി മാറ്റിയത്. ഇപ്പോഴിത് ആ പെർഫ്യൂമിനെ കുറിച്ച് രേണു സുധി പറയുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ആ പെർഫ്യൂം ദേഹത്ത് അടിക്കാനുള്ളതല്ലെന്നും രേണു പറഞ്ഞു. എനിക്കും കിച്ചുവിനും വീട്ടുകാർക്കും മാത്രം മനസ്സിലാവുന്ന ഒരു ഗന്ധമാണതെന്നും അത് തുറന്നു മണക്കുമ്പോൾ സുധിച്ചേട്ടന്റെ സാന്നിധ്യം ഇവിടെയുണ്ടെന്ന് തോന്നുമെന്നും രേണു പറഞ്ഞു. രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല, എനിക്കും കിച്ചുവിനും വീട്ടുകാർക്കും മാത്രം മനസ്സിലാവുന്ന ഒരു ഗന്ധമാണത്. അത് ഇന്ന് ഈ നിമിഷം വരെ ഞാൻ അടിച്ചിട്ടില്ല. ദേഹത്തടിക്കുന്ന പെർഫ്യൂം അല്ല അത്. സുധിച്ചേട്ടനെ ഓർമ്മ വരുമ്പോൾ അത് തുറന്നു മണക്കും. അപ്പോൾ സുധിച്ചേട്ടൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമെന്ന് തോന്നും. അതിനു വേണ്ടിയുള്ള പെർഫ്യൂമാണത്. അതടിക്കാൻ പറ്റത്തില്ല. നിങ്ങളൊക്കെ അത് മണത്താൽ ഓടും. അതുപോലെയുള്ളൊരു സ്മെല്ലാണത്. സുധിച്ചേട്ടൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് കുളിക്കുന്നതിന് മുൻപ് ഷർട്ട് ഊരി വെക്കില്ലേ, അപ്പോഴുള്ള വിയർപ്പിൻ്റെ ഒക്കെ മണമാണത്. അതിൻ്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്തടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും? അത് തീർന്നിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. അപകട സമയത്ത് കൊല്ലം സുധി ധരിച്ച വസ്ത്രങ്ങൾ രേണു സൂക്ഷിച്ചിരുന്നു. ഈ വസ്ത്രങ്ങളിലെ ഗന്ധമാണ് ലക്ഷ്മി നക്ഷത്ര ദുബായിലെത്തി പെർഫ്യൂമാക്കി മാറ്റിയത്. ഇതിൻ്റെ വീഡിയോ ലക്ഷ്മി നക്ഷത്ര യൂട്യൂബ് ചാനൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ലക്ഷക്കണക്കിന് പേരാണ് ആ വീഡിയോ കണ്ടത്.